ദേശത്തെല്ലാം ക്ഷാമമായിരിക്കുമ്പോഴും യിസ്ഹാക്ക് വിതച്ചു. യിസ്ഹാക്ക് വിതച്ചപ്പോൾ ദൈവം അവന് 100 മേനി പ്രതിഫലം കൊടുത്തു. ദൈവം തൻ്റെ തലമുറകളെ അനുഗ്രഹിച്ചു കൊള്ളാമെന്നുള്ള തൻ്റെ പിതാവ് കേട്ട വാഗ്ദത്തം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് യിസ്ഹാക്ക് വെറുതെ ഇരുന്നില്ല. യിസ്ഹാക്ക് അധ്വാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം തക്കത്തിൽ വിനിയോഗിക്കുക. ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ വിനിയോഗിക്കുക. കഠിനാധ്വാനം ചെയ്യുക. ദൈവ വചനത്തിൻ്റെ മുമ്പിൽ സമയം ചിലവഴിക്കുക. നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നവരാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് 100 മേനി വിളവ് ലഭിക്കാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യിസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു. ഞാനിന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ദൈവം ആഗ്രഹിച്ച ഇടത്താണോ ഇപ്പോൾ ആയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഉറപ്പിക്കുക, ഈ ദിവസങ്ങളിൽ ഒരു വർധനവുണ്ടാകാൻ പോകുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സഭകളിൽ ആത്മാക്കൾ വർദ്ധിക്കട്ടെ. ജീവിത മേഖലകളിൽ സമൃദ്ധി ഈ കർത്താവ് വെളിപ്പെടുത്തട്ടെ. നന്മകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. യിസ്ഹാക്കിനുണ്ടായതുപോലെ ദൈവം നിങ്ങളെ ദേശത്ത് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് വർധനവുണ്ടാകട്ടെ. ദൈവം അവനെ അനുഗ്രഹിച്ച നിമിത്തം വചനം പറയുന്നു, ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അസൂയ തോന്നത്തക്ക നിലയിൽ അനേക വർധനവുകളെ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫെലിസ്ത്യർക്ക് അസൂയ തോന്നിയത് നിമിത്തം വചനം പറയുന്നു, അബ്രഹാം കുഴിച്ച കിണറുകൾ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി. ആ കിണറുകളെ യിസ്ഹാക്ക് വീണ്ടും കുഴിക്കുമ്പോൾ അസൂയ തോന്നുന്ന ഈ ഫെലിസ്ത്യർ അത് വീണ്ടും തടസ്സപ്പെടുത്തുകയും മണ്ണിട്ട് മൂടുകയും ചെയ്യുന്നു. എന്നാൽ വഴക്കിന് പോകാതെ, എതിർത്ത് നിൽക്കാതെ അവൻ മാറി അടുത്ത കിണറുകൾ കുഴിക്കുകയാണ്. ആമേൻ. ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഫെലിസ്ത്യർ അവനോട് പോരാടുന്നത് നിർത്തി. ഞാൻ നിങ്ങളോട് പറയാം, കഠിന പ്രയത്നത്തിൽ പ്രാർത്ഥനയിൽ തുടർന്നും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ശത്രു തോൽക്കപ്പെടുകയാണ്. യിസ്ഹാക്ക് കഷ്ടപ്പെട്ട് വീണ്ടും കുഴിക്കുന്ന ഈ കിണറുകളെ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടുമ്പോഴും വാഗ്ദത്തമുള്ള യിസ്ഹാക്കിന് വേണ്ടി ദൈവം അനങ്ങിയില്ല. എന്തുകൊണ്ട് ദൈവം അനങ്ങാതിരുന്നു? കാരണം ഇവൻ അറിയാതെ മാറി 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 കുഴിച്ച് ഇവൻ ചെന്നെത്താൻ പോകുന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത സ്ഥലത്തേക്കാണ്. ഈ ദിവസങ്ങളിൽ നീ പോലും അറിയാതെ നീ വാഗ്ദത്തങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം ചിലർക്ക് ദേശത്ത് ഇടമുണ്ടാക്കാൻ പോകുകയാണ്. നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക, ദേശത്ത് ദൈവം എനിക്ക് ഇടമുണ്ടാക്കി എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് അവൻ രഹോബോത്ത് എന്ന പേർ വിളിച്ചു. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് ചില രഹോബോത്തുകൾ ഒരുക്കിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും കഠിനാധ്വാനത്തിലും മുന്നോട്ട് പോകുക. അലസ ജീവിതം മാറിയിട്ട് കഠിനമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾ രഹോബോത്തുകൾ യേശുവിന്റെ നാമത്തിൽ കണ്ടിരിക്കും.